അമ്മയോടൊപ്പം 30-ാം ദിനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കൊച്ചു കാര്യം, മേരി ദി മദർ ഓഫ് ദി ചേർച്ച്, സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കും: യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അങ്ങനെ മാനവകുലത്തിന് മുഴുവൻ തൻ്റെ അമ്മയായി കൊടുക്കുന്ന ഈശോയെയാണ് നമ്മൾ കണ്ടുമുട്ടുക. മാനവകുലത്തിന് മുഴുവൻ തൻ്റെ സ്വന്തമായിരുന്ന അമ്മയെ കൊടുക്കുകയാണ്. ഇതാ, ഇന്നു വരെ അവൾ എൻ്റെ മാത്രം അമ്മയായിരുന്നു, ഇന്നു മുതൽ അവൾ നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് എന്ന് അവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെ തൻ്റെ ശിഷ്യന് കൊടുക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും തരികയാണ്. പ്രിയം നിറഞ്ഞവരെ, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്, ശിഷ്യന്മാർ ഭയന്ന് ഇരിക്കുമ്പോൾ അവരെ ഒരുമിച്ച് ചേർത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് അവർ ഒരുക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അവൾ സഭയുടെ അമ്മയാണ്, സഭയുടെ മാതാവാണ്. സഭാ സ്ഥാപനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പങ്ക് അത്രത്തോളം വലുതാണ്. പരിശുദ്ധമാവിനെ സ്വീകരിക്കാനായിട്ട് ശിഷ്യന്മാരെ ഒരുക്കുന്നത് അവളാണ്. സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ഓരോരുത്തരുടെ അമ്മയാണ്. ഓരോ സഭാ മക്കളുടെയും അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. കാരണം ഈശോ തന്നെയാണ് തൻ്റെ അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും തന്നത്. ആശ്രയിക്കാവുന്ന ഒരിടമാണ് പരിശുദ്ധ കന്യകാമറിയം. ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിന്നു, ഈശോയുടെ സഹനത്തിൽ പങ്കുചേർന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ ആശ്രയിക്കാവുന്ന ഇടമാണ് പരിശുദ്ധ കന്യകാമറിയം. കാരണം അവൾ നമ്മുടെ അമ്മയാണ്. നമുക്കറിയാം, നമ്മുടെ അമ്മയുടെ അടുത്ത് നമുക്ക് വലിയ സ്വാതന്ത്ര്യമാണ്. എപ്പോഴും ഓടിച്ചില്ല, എന്ത് കാര്യവും പറയാം. അങ്ങനെ ആ ഒരു വലിയ സ്നേഹത്തോടു കൂടി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാൻ നമുക്കും പരിശ്രമിക്കാം. കാരണം അവൾ നമ്മുടെ അമ്മയാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൾ മാധ്യസ്ഥം വഹിക്കും. അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.